പഴയ അനഘയായിരുന്നെങ്കിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോയിട്ട് നിന്നെ കാണാൻ പോലും ഞാൻ ഇവിടെ വരില്ലായിരുന്നു എന്ന് നിനക്കറിയാലോ. ഞാൻ പോവുക. ഇനി ബാക്കിയൊക്കെ നിന്റെ തീരുമാനം പോലെ. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചവരുടെ ഈ കുടുംബത്തെ നശിപ്പിക്കുക, അതാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള കാര്യം. ധനുഷും സ്നേഹയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വഷളാവും. അങ്ങനെ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയായിരിക്കും. എത്രയും വേഗം ധനുഷിനെയും കൂട്ടി ഇവിടുന്ന് പോകണം. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം. മാഷെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാ വേണ്ടത്. ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. നെല്ലിശ്ശേരി വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്നാലും അവക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഇല്ലേ? അത് പറ്റും. അവക്ക് ആവശ്യമായതെല്ലാം ചെയ്യാൻ എനിക്കിപ്പോഴും കഴിയും. സേതുവിന്റെ വിഷമോ അവസ്ഥയോ ഒക്കെ ആലോചിച്ചിട്ടല്ലേ അവളെ അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ അവളെ ഇവിടെ കൊണ്ടുവരേണ്ടതല്ലേ? ഞാൻ തീ തിന്നാ മാഷ് ഇവിടെ നിൽക്കുന്നത്. അതെ, സേതുവേട്ടനോട് മാഷ് മുഷിച്ചലോടെ ഒന്നും പറയണ്ട. പ്രസവം അടുക്കാറായതുകൊണ്ട് കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനൊരു ആവശ്യം മാഷ് പറയുമ്പം സേതുവേട്ടൻ എന്തായാലും അത് തള്ളിക്കളയത്തില്ല. ഞാൻ സംസാരിക്കാം. എടാ, അവക്ക് എങ്ങനെയുണ്ടെടാ? കുഴപ്പമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, അവളെ നാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അത് ഞാനും കരുതിയതാ. അർച്ചനയും മീരയും ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിച്ചു. അവക്ക് താങ്ങാനാവുന്നതിനും അപ്പുറം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പ്രസവം കഴിഞ്ഞു കൊണ്ടുവരാം അവളെ. മാഷെ, നാളെ നമ്മുടെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. സമാധാനമായിരിക്കും. ഞാൻ തെറ്റിദ്ധരിച്ചത് കാരണം അനക്കയ്ക്ക് നല്ല വിഷമമായി അല്ലേ? നീ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തോന്ന് അറിഞ്ഞപ്പോ ആദ്യം ഞെട്ടലാ ഉണ്ടായത്. അത് ഞാൻ കാരണമാണെന്ന് കൂടി അറിഞ്ഞപ്പോ വല്ലാതെ വിഷമമായി. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഞാൻ നല്ല ഹാപ്പിയാ. അനക്ക വല്ലാതെ മാറിപ്പോയി. ഈ ആളാണോ പണ്ട് ഇത്രയൊക്കെ ചെയ്തെന്ന് തോന്നിപ്പോവാ. അതങ്ങനോ? എന്തൊക്കെ ചെയ്തു നടന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായ ചിലര് പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. വാശിപ്പുറത്തോരോന്ന് ചെയ്തു പോകുന്നല്ലേ. വാശിയും ദേഷ്യവും ഒക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാ ശരിക്കും നമുക്ക് ജീവിക്കാൻ തോന്നുന്നത്. അത് മീരേച്ച് പറഞ്ഞ ശരിയാ.
എന്തൊക്കെ ചെയ്തു കൂട്ടി ഞാൻ ഈ പ്രായത്തിനിടയില്. ആ പാപത്തിനുള്ള പരിഹാരമൊക്കെ ഇനി എന്താണാവോ? ദേ, അതിന് അനഘ ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. ഇനിയുള്ള ജീവിതം ഇപ്പൊ ഉള്ളതുപോലെ എല്ലാവരെയും സ്നേഹിച്ചും സ്നേഹം നേടിയെടുത്തും അങ്ങ് ജീവിച്ചാ മതി. അനഘ ഇതുപോലെ മാറിയപ്പോ ഞാൻ ശരിക്കും മറ്റൊരു രീതിയിലേക്ക് പോയി. ഒരു കണക്കിന് ഞാനിങ്ങനെ ചെയ്തത് നന്നായി. അതുകൊണ്ടല്ലേ എല്ലാ സത്യങ്ങളും അറിയാൻ കഴിഞ്ഞ്. ഇല്ലെങ്കിൽ അതും മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഞാൻ തന്നെ അത് വളർത്തി വലുതാക്കി സന്ദീപിനും അനഘയ്ക്കും ഒരു സ്വസ്ഥതയും തരില്ലായിരുന്നു. കറക്റ്റ്. അത് ആതിര പറഞ്ഞത് ശരിയാ. മനസ്സറിയാത്തൊരു കാര്യത്തിന് തെറ്റിദ്ധരിച്ച് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം സത്യം മറ്റൊന്നായിരുന്നു എന്നറിയുമ്പോഴുള്ള വിഷമം അതൊന്ന് വേറെ തന്നെയാ. അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ട്. തെറ്റിദ്ധാരണയ്ക്ക് ശേഷമുള്ള സ്നേഹം എന്ന് പറയുന്നതേ അതൊരു വല്ലാത്ത സംഭവം. ജീവിതത്തിൽ ഇടയ്ക്ക് ഇതുപോലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും, ഇഷ്ടം കൂടുകയും ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഉണ്ടായാ ഇവളെ പോലെ പെട്ടെന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. അതെ, ഇനി കുഴപ്പമൊന്നുമില്ല. വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഡോക്ടർ. ദേ, ഫാർമസിയിൽ നിന്ന് മരുന്ന് കൂടെ വാങ്ങിയ നമുക്ക് വീട്ടിലേക്ക് പോവാം. ആഹോ, അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നോ? ഒന്ന് വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഡോക്ടർ ഡിസ്ചാർജ് എഴുതി തന്നായിരുന്നു. ആ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലമ്മേ. മോളെ, ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. ആതിര മോളെ ഡിസ്ചാർജ് ചെയ്ത് വൃന്ദാവനം വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങളെ കരുതിയിരിക്കുന്നേ. കമലയ്ക്കൊരു സമാധാനമില്ലെന്നുള്ള ആ സത്യം. നെല്ലിശ്ശേരി നിൽക്കുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അതാ. സന്ദീപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ആതിരെ ഡിസ്ചാർജ് ചെയ്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. മോന് 1-2 ദിവസം അവിടെ നിൽക്ക്. അപ്പോ എവക്കും ഒരു ആശ്വാസമാവും. അവിടുത്തെ അച്ഛനോടും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചിലപ്പോ വിഷമായാലോ. മാഷ് സേതുവേട്ടൊന്ന് വിളിക്കേ, എന്നിട്ട് കാര്യം പറ. എന്തായാലും സേതുവേട്ടനോട് കാര്യങ്ങൾ പറയണമല്ലോ. സേതുവിനെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. മാഷേ. സേതു, ഞാൻ ഒരു കാര്യം പറയാനാ ഇപ്പൊ വിളിച്ച്. ഞങ്ങളിപ്പോ ഇവിടെ ആശുപത്രി വന്നു. ആതിരെ ഡിസ്ചാർജ് ചെയ്തു. അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ആതിരെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്തിനാ മാഷെ എന്റെ അനുവാദം? അവളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. പിന്നെ ഇവിടെ വെച്ച് ആതിരയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതിന്റെ ഉത്തരവാദിത്വം എനിക്കും സന്ദീപിനോ. എന്റെ മകൻ കാരണം നിങ്ങൾക്കൊക്കെ വിഷമായി എന്നറിയാം. മാഷ് അവനോട് ക്ഷമിക്കണം. ഏയ്, എന്താ സേതു ഇത്? എന്റെ മോടെ ഭാഗത്താ മുഴുവൻ തെറ്റെന്ന് ഞാൻ പറയും. അവള് കാണിച്ച കയ്യബദ്ധത്തിന് ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തില്ല. ഇനി അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്ന സേതു നല്ലത്.
പരസ്പരം പറഞ്ഞ് വിഷമിക്കാന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. അതെ, അതും ശരി തന്നെയാ. ആ, ആതിരെ മാഷ് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ സൗകര്യം പോലെ അങ്ങോട്ട് വന്ന് ആതിരയെ കണ്ടോളാം. ശരി സേതു, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ആയിക്കോട്ടെ മാഷ്. ആ, ഓ, എന്തായി സേതുവേട്ടൻ സമ്മതിച്ച മാഷെ? ആ, സമ്മതിച്ചു. ഇവളിങ്ങനെ ചെയ്തതില് സേതു നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവളിങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി അവളെ വഴക്ക് പറയണ്ട അമ്മ. അവക്കൊരബദ്ധം പറ്റിയതാ. ഇനി ഒരിക്കലും ആതിര അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അല്ലേ മോളെ? അച്ഛൻ എന്നെ തിരക്കിന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. മാഷ് വിളിച്ചിരുന്നു. ആതിരയെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ഇനിയും അവളിവിടെ നിൽക്കട്ടെ എന്ന് എങ്ങനെയാ പറയുന്നത്? ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് സമാധാനം പറയുമായിരുന്നു അവരോട്? നീ സന്ദീപിനോട് ചോദിച്ചോ എന്ത് കാരണം കൊണ്ടാ ആതിര ഇങ്ങനെ ചെയ്തതെന്ന്? ചോദിച്ചു. അവർ തമ്മിൽ എന്തോ വഴക്കിട്ടിട്ട് ആ ദേഷ്യത്തിൽ ചെയ്തെന്നാ സന്ദീപ് പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ അച്ഛാ, ചെറിയ എന്തെങ്കിലും കാര്യം മതിയല്ലോ. അതങ്ങനെ നിസ്സാരമായി കണ്ട് ഇനിയും ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നീ തന്നെ അവനോട് പറയണം. ശരി അച്ഛാ. ഇനി ഇതുപോലൊരു സംഭവം ഈ വീട്ടിലുണ്ടാവരുത്. മാസം തികഞ്ഞിരിക്കുന്ന പെണ്ണ ആതിര. അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ പാടില്ലാത്തതാ. അപ്പോഴാ അവള് തന്നെ. ഞാൻ സന്ദീപിനോട് സംസാരിക്കാം. ഇതിനിടയിൽ സ്നേഹയുടെ കാര്യം മറന്നു പോകണ്ട. ധനുഷിനോട് നീ സംസാരിച്ചോ? ഇല്ല ചാ, അതിനുള്ള സന്ദർഭം ഒത്തുവന്നില്ല. ഇന്ന് ഞാൻ എന്തായാലും ധനുഷിനോട് സംസാരിക്കാതിരിക്കുവാണ്. നിനക്കെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. ഏയ്, ഞാൻ തന്നെ സംസാരിച്ചോളാം. എതിർപ്പൊന്നും പറയാനുള്ള സാധ്യതയില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ധനുഷിനോട് നേരിട്ട് സംസാരിക്കും. അവന് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്കിത് വേഗം നടത്താം. എന്തിനാ വെറുതെ വൈകിപ്പിക്കുന്നത്? ധനുഷിനോട് സംസാരിച്ചതിന് ശേഷം മതി സ്നേഹ ഇത് അറിയിക്കുന്നത്. എന്നിട്ട് ഇവിടെയുള്ളവരെയൊക്കെ അറിയിച്ചാൽ മതി. അല്ല, എല്ലാത്തിനും ധനുഷിന്റെ സമ്മതം അറിയണം. ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാച്ച. ശരി, എന്നാ നീ ചെല്ല്. ആ, ശരി അച്ഛാ. കുറെ ദിവസത്തിന് ശേഷം നല്ലൊരു കണി കണ്ടു. ആഹാ, ആരെയായിരുന്നു? ഒരു ദേവിയെ. ദേവിയോ? അതാരാ? അത് ഞാൻ എന്റെ മനസ്സിനകത്ത് വെച്ച് ആരാധിക്കുന്ന ഒരു ദേവിയെ. ആ ദേവിയാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നതും. എന്നെയാണോ ഉദ്ദേശിച്ചേ? ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ മനസ്സിലാക്കാൻ വലിയ പാടാ. ആ, അതെനിക്ക് മനസ്സിലായി. അതല്ലേ പിന്നീട് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നത്. അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിലേ ഞാൻ എന്താന്ന് ചോദിച്ചോണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ.
മനീഷേ, ആ അത് കുഴപ്പമില്ല, വേണ്ടതുപോലെ ചെയ്താൽ മതി. ഇല്ല, അതൊന്നും പ്രശ്നമില്ല. മനീഷിന് ഇഷ്ടം പോലെ ചെയ്താൽ മതി. ആ ഓക്കെ. ആ അത് കുഴപ്പമില്ല. ഇല്ല നന്ദേട്ടാ, ഞാൻ പിന്നെ വിളിക്കാമേ. നിനക്ക് എന്ത് കാര്യമാണ് സാധിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിന്റെ നന്ദേട്ട എന്നുള്ള നീട്ടിയുള്ള വിളിയുടെ അവസാനം നീ എന്തെങ്കിലും ആവശ്യപ്പെടും, ഞാനത് സാധിച്ചു തരികയും ചെയ്യും. പുറത്തു പോകാനുള്ള പെർമിഷൻ വല്ലതുമാണ് ഇപ്പോഴുള്ള സ്നേഹമെങ്കിൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, അത് നടക്കത്തില്ല. ആ എനിക്കൊരിടത്തും പോണ്ട. ഞാനൊരു നല്ല കാര്യം നന്ദേട്ടനുമായിട്ട് ആലോചിക്കാന്ന് കരുതി വന്നതായിരുന്നു. നിന്റെ നല്ല കാര്യമല്ലേ, എനിക്കത് കേൾക്കണമെന്നില്ല. കാരണം നിന്റെ നല്ല കാര്യം എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കലും അവരുടെ കണ്ണീര് കാണലും ഒക്കെയാ. അതുകൊണ്ട് നല്ല കാര്യം എന്തായാലും നീ നിന്റെ മനസ്സിൽ തന്നെ വച്ചിരുന്നാ മതി. ആ ധനുഷിന്റെ സ്നേഹയുടെ കാര്യമോ ഞാൻ പറയാൻ വന്നത്. ധനുഷിന്റെ സ്നേഹയുടെയും കാര്യമോ? അവരുടെ എന്ത് കാര്യം? അല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ ധനുഷ് നല്ല പയ്യനാ, ബിസിനസ്സിലും മറ്റും നല്ല കഴിവുള്ള പയ്യൻ. അവനെപ്പോലൊരുത്തനെ നമ്മൾ കളയണം. ഈ നെല്ലിശ്ശേരി വീട്ടിലേക്ക് അവനെ കൂടെ ഒരു അംഗമായി കൊണ്ടുവന്നൂടെ? സ്നേഹിക്കും വിവാഹപ്രായമൊക്കെ ആയി. അവൾക്ക് എന്തുകൊണ്ടും ചേരുന്ന ആളാണ് ധനുഷ്. ഇത് എനിക്ക് തോന്നിയൊരു തോന്നല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാം, ആലോചിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, നീ അച്ഛനുമായിട്ട് ഇതേപ്പറ്റി വല്ലതും സംസാരിച്ചിരുന്നു? ഇല്ല, ഞാൻ ആദ്യം പറയുന്നത് നന്ദേട്ടനോടാ. പിന്നെങ്ങനെയാ ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യം നീ അറിഞ്ഞത്? എന്ത്? സ്നേഹിക്ക് ധനുഷിനെ ആലോചിക്കാമെന്ന്. ഞാനും അച്ഛനും കൂടി ഇതെന്നല്ല പറഞ്ഞതേ ഉള്ളൂ. നീ പറഞ്ഞ അഭിപ്രായം തന്നെയാ അച്ഛനും എനിക്കും. ഞങ്ങളത് ധനുഷിനോട് സംസാരിക്കാനിരിക്കുക. എനിക്ക് അത്ഭുതം അതല്ല, എന്നാലും നിന്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു അഭിപ്രായം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം എല്ലാം മുടക്കുന്ന ആളാണല്ലോ നീ. ആ നിനക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സ്മൂത്തായിട്ടെല്ലാം നടക്കും. അതെ, നീ തൽക്കാലം ഇത് ആരോടും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. ധനുഷിന്റെ അഭിപ്രായം കൂടി അറിയട്ടെ. ഇനി അവന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അച്ചുവിന് വേണ്ടി ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു. സച്ചിമോനൂടെ വന്നാൽ നന്നായിരുന്നു. സത്യത്തില് എനിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല അച്ഛാ. പിന്നെ അർച്ചനയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാനും തയ്യാറാച്ചാ. താൻ പാതി ദൈവം പാതി എന്നല്ലേ മോനെ, അതുകൊണ്ട് എല്ലാം നോക്കണം. ട്രീറ്റ്മെന്റ് കാര്യത്തെപ്പറ്റിയൊന്നും മോൻ പറഞ്ഞില്ലല്ലോ.